ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉയർത്തുന്ന ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്താലുള്ള ഉയർച്ച എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന്, അതിന് നമ്മൾ എന്തു ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ എൻ്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമത്തെ അറിഞ്ഞ് ആ നാമത്തിന് അനുസരണമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന ഉയർച്ച അത് വലുതാണ്. ആർക്കും അതിനെ തകർക്കുവാനോ താഴ്ത്തുവാനോ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണല്ലോ. ദാനിയേലിൻ്റെ ജീവിതം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെയും വിശുദ്ധ ജീവിതത്തെയും കോംപ്രമൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനോട് ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ, സന്ധി ചെയ്യാതെ മുന്നേറുന്നതായ ഒരു ജീവിതത്തെയാണ് അവിടെ കണ്ടത്. ഇവൻ ആഹാരപാനീയങ്ങളിൽ പോലും താൻ ദൈവത്തോടുള്ളതായ തൻ്റെ വിശുദ്ധ ജീവിതത്തിന് കോട്ടം സംഭവിക്കരുത് എന്നുള്ളതായ ആ ചിന്തയിൽ രാജകീയമായ ഭക്ഷണപാനീയങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തൻ്റെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ ദാനിയേൽ തൻ്റെ ജീവിതത്തെ അവിടെ സമർപ്പിക്കുന്നതായും ശ്രമിക്കുന്നതായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, അതെ, ദൈവികമായ ഉയർച്ചയ്ക്ക് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ്. സന്ധി ചെയ്യാതെ, ഒരു കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധ ജീവിതത്തെ നയിക്കുന്നവരെ ദൈവം ഉയർത്തും. ദൈവിക ഉയർച്ചയുടെ ഏറ്റവും വലിയ സവിശേഷത അത് നമ്മെ തേടി വരുന്നതായ ഒരു ഉയർച്ചയാണ്. തിരുവചനത്തിൽ നമ്മൾ പല ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. ഒന്ന്, 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, അതെൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തേടി വരുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഒരു നല്ല ആടായി ആ ഇടയനെ അനുഗമിക്കുമ്പോൾ, ആ ഇടയനെ അനുസരിച്ച്, ആ ഇടയൻ്റെ നാമത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ അതെന്നെ തേടി വരികയാണ്. അതുമാത്രവുമല്ല, ദൈവിക ഉയർച്ചയ്ക്ക് ഒരു സമയമുണ്ട്. ദൈവം ഉയർത്തുന്ന സമയം അത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നമ്മൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. എത്ര അനുഗ്രഹമായ ഒരു വചനമാണിത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, ദ റൈറ്റ് ടൈം, നമ്മളെ ഉയർത്തുവാനായിട്ട് ദൈവത്തിന് ഒരു സമയമുണ്ട്. നമ്മൾ എത്ര ധൃതി പിടിച്ചാലും, നമ്മൾ അതിനു വേണ്ടി നെട്ടോട്ടം ഓടിയാലും ആ ദൈവത്തിൻ്റെ സമയത്തെ നമുക്ക് എത്തിപ്പിടിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മെ തേടി വരും. നമ്മൾ അതിൻ്റെ പുറകെ ഓടി എത്തിപ്പിടിക്കുവാൻ നമുക്ക് ശേഷിയില്ല. അത് നമുക്ക് ആവശ്യമാകുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായത് ഒറ്റയടിക്കല്ല. സമയങ്ങളെ അവിടെ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അവസാനത്തിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഉയർത്തുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ലോകപ്രകാരമുള്ളതായ പല ഉയർച്ചയ്ക്കും വേണ്ടി നമ്മൾ കുറുക്കുവഴികളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ളതായ വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സന്ധി ചെയ്ത് മുന്നേറുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇന്ന് ജീവിതങ്ങൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ ദിവസം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഈ 2 വചനങ്ങളെ നമ്മൾ ഓർത്തിരിക്കുക. ഒന്ന്, നല്ല ഇടയൻ്റെ അനുസരണമുള്ള നല്ല ആടുകളായി ആ ഇടയനെ അനുഗമിക്കുക. ആ ഇടയൻ്റെ ശബ്ദത്തെ കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ളതായ മനസ്സു കാണിക്കുക. 2, ദൈവത്തിന് ഒരു സമയമുണ്ട്. ദൈവം ഉയർത്തുന്ന സമയത്തിന് വേണ്ടി നമ്മൾ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ആ കരങ്ങളുടെ പ്രത്യേകതയാണ്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ആ താണിരിക്കുന്നവരെയാണ് ദൈവം ഉയർത്തുന്നത്. നമ്മൾ പഴഞ്ചൊല്ല് പറയാറായിട്ടുണ്ട്, താണ നിലത്തെ നീരോറു അവിടെ ദൈവം തുണ ചെയ്യുമെന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ
താഴ്മയുടെ അനുഭവം അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ അനുഭവം വളരെ അത്യാവശ്യമാണ്. എൻ്റെ കഴിവിലോ എൻ്റെ ബുദ്ധിയിലോ അഹങ്കരിച്ചാൽ എനിക്ക് ഉയർച്ച പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയോടെ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ അവിടെയും നമുക്ക് ഉയരുവാനായിട്ട് കഴിയുകയില്ല. സദൃശവാക്യം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. അതേ പ്രിയമുള്ളവരെ, ദൈവിക നന്മയുടെയും ഉയർച്ചയുടെയും അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെ സാധ്യമായി തീരും? ഇന്ന് നമുക്ക് ദൈവം പല കഴിവുകളും കൃപകളും തന്നിട്ടുണ്ട്. അതിൽ അഹങ്കരിക്കുവാനായിട്ടല്ല, പിന്നെയോ ദൈവിക ഉയർച്ച പ്രാപിപ്പാൻ താഴ്മയുടെ, നമ്മൾ ഇന്നലെ പഠിച്ചത് വിശുദ്ധിയുടെ അനുഭവം, അവൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിക്കനുസരണമായ ഒരു ജീവിതം നയിക്കുക, താഴ്മയുള്ള ഒരു ജീവിതം, സമർപ്പണത്തോടെ ജീവിക്കുക. അവ തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ആ ദൈവം ഉയർത്തുന്ന ഉയർച്ച നമുക്കാർക്കും അതിനെ അളക്കുവാനായിട്ട് കഴിയുകയില്ല. ലോകത്തിൽ ഒരു ഉയർച്ച നമുക്ക് ലഭിക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയിലൂടെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു സാലറിയിലുള്ളതായ ഒരു ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടുന്നതിന് പരിധികളുണ്ട്. പക്ഷെങ്കിൽ അത് താൽക്കാലികമാണ്. അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അത് പിശാചിൻ്റെ ഒരു തന്ത്രമായിരുന്നു നമ്മളെ കുടുക്കുവാനായിട്ട്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു. ഒന്ന് പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് എന്താ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതിനുശേഷം പിന്നീട് എന്താ? പ്രലോഭനങ്ങളിൽ വീണുപോകാതെ നിർമ്മതരായിരിക്കുവീൻ, ഉണർന്നിരിക്കുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നമ്മളിതിൽ ഒത്തിരി ശ്രദ്ധാലുക്കളായി ജീവിക്കണം. അതുകൊണ്ട് ലോകപ്രകാരമുള്ള പ്രലോഭനങ്ങളിൽ വീണ് നമ്മുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതം തകർക്കാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. അതേ പ്രിയമുള്ളവരെ, ആ നല്ല ഇടയനെ അനുഗമിക്കാം, അനുസരിക്കാം. സമയമാകുമ്പോൾ അവൻ നമ്മളെ ഉയർത്തും. ആ ഉയർച്ച നിലനിൽക്കുന്ന ഉയർച്ചയാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവെ, അത് ലോകപ്രകാരം ക്രിസ്തീയ വിശ്വാസത്തെ, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു തരത്തിലുമുള്ളതായ ഒരു പ്രവൃത്തിയിൽ അകപ്പെട്ട് ഉയരുവാനല്ല, മറിച്ച് ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതത്തെ കാത്തുകൊണ്ട് നല്ല ഇടയൻ്റെ അനുസരണമുള്ള ആടുകളായി ജീവിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന ദൈവിക ഉയർച്ച പ്രാപിച്ച് ദൈവത്തിൻ്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. ആരും നിരാശപ്പെട്ടു പോകാതെ ദൈവകൃപയുള്ളവരായിട്ട് അവരുടെ ജീവിതത്തെ നയിപ്പാനായിട്ട് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.